സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിമർശനങ്ങളുമായി വീണ്ടും പി.വി. അൻവർ എം.എൽ.എ. ഇത്തവണ വനം വകുപ്പിനെതിരെയായിരുന്നു പ്രതികരണം. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് തോന്നിവാസങ്ങളാണെന്നും ജനവിരുദ്ധ വകുപ്പുമായി മാറിയെന്നും പി.വി. അൻവർ. റേഞ്ച് ഓഫീസറോട് കയർത്തും അൻവറിന്റെ പ്രതിഷേധം. വനം മന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു രൂക്ഷ വിമർശനം. പിണറായി സർക്കാരിനോടുള്ള കലിപ്പടങ്ങുന്നില്ല പി.വി. അൻവറിന്. ഇത്തവണ രോഷം വനം വകുപ്പിനോടായിരുന്നു. വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനെ വേദിയിലിരുത്തിയായിരുന്നു എം.എൽ.എയുടെ രൂക്ഷ വിമർശനം. ഈ ഗവൺമെന്റിന് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി ഇടപെടേണ്ട വിഷയം. ഈ 10-60 നിയോജക മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വനം വന്യജീവി വിഷയം അതിനെ ഈ ഗവൺമെന്റിന് കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു 10-20% വോട്ട് പോയിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അനുഭവത്തിനടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. കാട്ടിൽ കയറി ആന ചവിട്ടിക്കൊന്നാൽ ഒരു ന്യായം വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. നാട്ടിലിറങ്ങി ആന ചവിട്ടിക്കൊന്നാൽ ആരുടെ ഉത്തരവാദിത്വം? പദ്ധതികളിൽ പലതും ആഡംബരമാണെന്നും ജനവിരുദ്ധ പ്രവർത്തനങ്ങളാണ് വനം വകുപ്പ് നടത്തുന്നതെന്നും അൻവർ. ഇനിയുള്ള 1.5 വർഷം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും മന്ത്രിയോട് എം.എൽ.എ. ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുന്ന വന്യജീവി വിഷയമുള്ള ഈ പ്രദേശത്ത് ഈ വിഷയത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായോ? ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ വെൽഫെയർ വേണം. യാതൊരു തർക്കവും കാര്യത്തിലില്ല, ഒരു തർക്കവുമില്ല. അതിന്റെ പേരിൽ ആഡംബരമാവരുത്. എന്നാൽ ഈ റേഞ്ച് ഓഫീസ് പുതിയത് പണിയുമ്പോൾ അതവർക്ക് അക്കോമഡേഷന് കൊടുത്താൽ മതി. വീണ്ടും ഒരു റെസ്റ്റ് റൂം പണിയേണ്ട കാര്യമില്ല. സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു അൻവറിന്റെ പ്രതികരണം. എന്നാൽ അൻവറിന്റെ വിമർശനത്തിൽ അതൃപ്തി പ്രകടമാക്കി മന്ത്രി എ.കെ. ശശീന്ദ്രൻ. എന്തോട്ടെ, ശരിയാണോ തെറ്റെന്ന്, ശരിയായോ ഇല്ലയോ എന്ന്, തെറ്റ് ശരിയല്ല, ശരിയായോ ഇല്ലയോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. കാരണം അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണല്ലോ. അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണോ അത് വേണ്ടത്, അല്ലയോ, ശരിയായോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. അത് അദ്ദേഹത്തിന്റെ വിവേചനത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരു എം.എൽ.എ. പറയുമ്പോൾ അതേ ഭാഷയിൽ മറുപടി പറയാൻ ഞാനിതുവരെ പഠിച്ചിട്ടില്ല. എല്ലാ വകുപ്പുകളിലും ഇടപെടുന്ന അൻവറിന്റെ ശൈലിയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് CPM-നൊപ്പം ഘടകകക്ഷികളും. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.